നിശബ്ദതയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് നിശബ്ദത നമുക്ക് തരുന്നത്. അല്ല, നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ചലനം ആരംഭിച്ചത് കൊണ്ട് ആ നിശ്ചലാവസ്ഥയാണ് പോയിൻ്റ്. അതുകൊണ്ട് എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്നുള്ള ഭാഗമാണ് അല്ലേ, എപ്രകാരമാണ് ചലിക്കാൻ തുടങ്ങിയതെന്നുള്ളത് നിശ്ചലാവസ്ഥയിൽ നിന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാം എന്താണ് ചലിച്ചത്. കാരണം എന്താണ് നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിച്ചത് എന്താണ്, നിശ്ചലാവസ്ഥയിൽ നിന്നിരുന്നത് എന്താണ്, നിശ്ചലമായിട്ട് നിന്നിരുന്നത് എന്താണ്, അതാണ് അതിൽ ചലനം ഉണ്ടായി. അതിൽ ചലനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, നിശ്ചലാവസ്ഥയിൽ നിന്നതെന്താണ്, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നതിനകത്ത് ചലനമില്ലായിരുന്നു. അപ്പോൾ അതിനെ ചലിപ്പിച്ചത് എന്താണ്, അപ്പോൾ അതിനെ ചലിപ്പിച്ചത് എന്താണെന്ന് അറിയണമല്ല. അപ്പോഴല്ലേ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അതാണ് നമ്മുടെ റിയൽ ക്ലാരിറ്റി. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിക്കാൻ തുടങ്ങി. അതിനെ ചലിപ്പിക്കാനുള്ള ശക്തി എന്താണ്, ആ ശക്തിയുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിച്ച് നിൽക്കുമ്പോൾ ആ ശക്തി അവിടെ നിരന്തരമുണ്ട് എന്നുള്ളതാണ്. ഈ ചലനത്തിന് പിന്നെ എറർ സംഭവിക്കുന്നില്ല. അപ്പോൾ നിരന്തരമായിട്ട് ചലനം സംഭവിക്കുന്നുണ്ട്, അതിന് യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ല, അത് കോൺസ്റ്റൻ്റാണ്. അതുകൊണ്ട് രൂപം കൊണ്ട് വരുന്ന അവസ്ഥയ്ക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. രൂപം കൊള്ളാനുള്ള കാരണം ഇത് ചലിച്ചു തുടങ്ങി, ചലിപ്പിക്കാനുള്ള കാരണം ഇല്ലതാണ്. ചലിക്കുന്നത് കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ ചലിക്കാനുള്ള കാരണം ഒന്നാണ്. ചലിക്കാനുള്ള കാരണം ഒന്നാണ്. എന്താണ്, നമ്മുടെ ശ്രദ്ധയിൽ ശൂന്യതയിൽ നിന്നാണ്. ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റത്തുള്ളേ അല്ലേ. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട്, ബുദ്ധി എപ്പോഴും റിലേറ്റീവാണ്. റിലേറ്റീവ് ബുദ്ധിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഭാഷ എപ്പോഴും ലിമിറ്റഡാണ്. പക്ഷെ ആ ഭാഷയെ നമ്മൾ അതിജീവിക്കാൻ അനുഭവം കൂടി എടുക്കുകയാണ്. ഈ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ അനുഭവത്തെ കൂടി എടുക്കുകയാണ് അല്ലേ. അനുഭവത്തെ കൂടി എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. അവിടെ റിലേറ്റിവിറ്റി വേണ്ട, റിലേഷൻ ഉണ്ട്. അവിടെ റിലേഷൻ ഉണ്ട്. അതിന്റെ കാരണം തേടി പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തേടി എവിടെ പോകാനാണ്, കാരണം അതിൽ തന്നെ അല്ലേ. അതിനെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടല്ല, അതിൽ തന്നെ ഉണ്ടല്ല, തേടി പോകേണ്ട കാര്യമില്ലല്ലോ. എന്ത് ഉത്തരമാണ്? അതായത് ഇപ്പൊ ഇത് ഈ ചലനമില്ലാത്തത് ചലിച്ചു തുടങ്ങാനുള്ള കാരണം എന്നൊക്കെ അല്ല, കാരണം അവിടെ അനുഭവത്തെ ഉടനെ കണ്ടല്ല. കാരണം അവിടെ കണ്ട് ഒക്കെ അനുഭവിക്കുന്നു. പിന്നെ അതിന് അധികാരം ഉണ്ടായി, ഇതിനപ്പുറത്തോട്ട് പോകാനുള്ള അധികാരം ഉണ്ടാ. ഇതിനപ്പുറത്തോട്ട് പോകാനുള്ള അധികാരം ഇല്ല. അപ്പുറത്തോട്ട് ചാടിയാൽ വട്ട് പിടിക്കും, ഭ്രാന്ത് പിടിക്കും, വേറെ കാര്യമൊന്നുമില്ല. മനസ്സിലാവും, ഭ്രാന്ത് പിടിക്കും, അത്രയേ ഉള്ളൂ. ഇരിക്കേണ്ടടുത്ത് ഇരിക്കാൻ പഠിക്കണം. അന്വേഷിക്കേണ്ടത് നമ്മളിലുണ്ടാകുന്ന അനുഭവത്തെയാണ്. അതിനപ്പുറത്തോട്ട് കയറി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഭ്രാന്ത് പിടിക്കും, വേറെ കാര്യമൊന്നുമില്ല. നമ്മളിരിക്കേണ്ടടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ആ ഇരിക്കേണ്ടടുത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തെളിഞ്ഞു കാണും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തെളിഞ്ഞു കാണാൻ പറ്റും. ഈ എക്സ്പാൻഷൻ മാത്രമല്ലേ നമുക്ക് ഇൻവോൾവ്മെന്റ് വേണ്ടതുള്ളൂ, കോൺട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ലേ. എക്സ്പാൻഷൻ
ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ലേ എക്സ്പാൻഷനും. രാവിലെ ഉണർന്നു വരുന്നത് നമ്മൾ വല്ലവരും വിചാരിച്ചിട്ടാണോ രാവിലെ ഉണർന്നു വന്നത്? ഈ ഉണർന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. എക്സ്പാൻഷനും ഓട്ടോമാറ്റിക്കലി സംഭവിച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എക്സ്പാൻഷൻ അല്ലേ നമുക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത്? അല്ലെ ആണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നതിന്? നമ്മൾ അവെയർനെസ്സാണ് നമുക്ക് വേണ്ടത്. അവെയർനെസ്സാണ്, മനസ്സിലായോ? നമുക്ക് വേണ്ടത് അവെയർനെസ്സാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അല്ലാതെ എക്സ്പാൻഷൻ ആണോ ആ കോൺട്രാക്ഷൻ ആണോ എന്നുള്ളതല്ല, വർക്ക് ചെയ്യുക. ഈ അവയർനെസ് ഉദ്ദേശിച്ചത് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷനെ ബാലൻസ് ചെയ്യുന്ന ഭാഗത്താണ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷനെ ബാലൻസ് ചെയ്യുന്ന ഭാഗമല്ല, ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. അനുഭവം എന്ന് പറയുന്നത് ഒരു അവെയർനെസ്സാണ്. അനുഭവിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ, ആ അനുഭവത്തെ ശ്രദ്ധിക്കുമ്പോഴാണ് തെളിച്ചം ഉണ്ടാകുന്നത്. എൻ്റെ ഭാഷ അത്ര വൃത്തിയുള്ള ഭാഷയൊന്നും ആയിരിക്കില്ല, മനസ്സിലായി? കാരണം നിങ്ങൾ ചോദിച്ച് പറഞ്ഞ് വന്നായിരിക്കും ചിലപ്പോൾ ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കിയെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു അറിവും എനിക്കില്ല, അല്ല. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. ഒന്നാമത്തെ അതാണ് ഏറ്റവും വലിയ അപകടം. ഇത്രയും നാളായിട്ട് ക്രിയേറ്റ് ചെയ്തെന്ന ഭാഷ ചിലപ്പോൾ പൊട്ട ഭാഷയായിരിക്കും, മനസ്സിലായോ? കുറേ അന്ധതയും പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളെ അവനവനെ അനുഭവിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അറിയുക. അവനവനെ അനുഭവിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അറിയുക, ആ അനുഭവത്തിൽ തുടർന്നുണ്ടാന്ന് നോക്കുക, അതല്ലേ? എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന ഭാഗമുണ്ടോ? ഭാഷ അല്ലെങ്കിൽ അനുഭവജ്ഞാനം ആയിരിക്കണം തെളിഞ്ഞു നിൽക്കേണ്ടത്. ആ വൃത്തിയായിട്ട് തെളിഞ്ഞു നിൽക്കണം, അതിൽ ഗ്ലിച്ച് വരരുത്. അത് ഞാൻ ചിലപ്പോൾ നാളെ ചത്തുപോയെന്നിരിക്കും, ചിലപ്പോൾ നാളെ ഞാൻ ചത്തുപോയെന്നിരിക്കും, എന്നെ പിന്നെ കണ്ടെന്ന് വരികയില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ജീവിക്കേണ്ട ഭാഗത്തല്ലേ? എല്ലാവരുടെയും ജീവിതം അവനവൻ്റെ കയ്യിലിരിക്കുന്ന ജീവിതമാണ്. ഈ നമ്മളുടെ എല്ലാവരിലും ഉള്ള ജീവിതമാണ്. ഇത് ഒരാൾ വന്ന് പറഞ്ഞു തരണം എന്ന് പറയണത്, ആ ഭാഗം പറഞ്ഞു തരുന്നത് അതിനകത്തൊന്നുമില്ല. പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ നമ്മളുടെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞു എന്ന് പറഞ്ഞു തന്നാൽ പോരെ. അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല, അതാദ്യം മനസ്സിലാക്കണം. കറിയുടെ കൂട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ജീവിതത്തിൻ്റെ കൂട്ട് ചോദിക്കുന്നത്. കറിക്കൂട്ട് ഒരു കടലാസ് എഴുതി കൊടുത്താൽ നടക്കും, പക്ഷേ നമ്മൾ കൂട്ടിയതല്ല, മനസ്സിലായോ? നമ്മൾ കൂട്ടിയതല്ല. അതുകൊണ്ട് ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ലേ? നമ്മളെല്ലാം ഒന്നാണ്, സിമിലറാണ്. അവിടെ സംസാരിക്കുമ്പോൾ അത് തെളിഞ്ഞെളിഞ്ഞു വരും, അല്ല? എല്ലാവരിലും ഒരുപോലെ തെളിഞ്ഞെളിഞ്ഞു വരികയാണ്. അല്ലാണ്ട് അതായത് വിശ്വാസത്തിൽ നിന്ന് മാറണം. നമ്മൾ വിശ്വാസത്തിലാണ്, നമ്മളുടെ വിശ്വാസമാണ് സ്വപ്നം കാണിക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്ക്
സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. സറണ്ടേഡ് അവയർനെസ് കൊണ്ടുവരുമ്പോ, അവയർനെസ്സിനോട് സറണ്ടർ ചെയ്യുമ്പോ അത് കുറച്ചുകൂടി മറ്റേ അവയർ ആവണം എന്നിങ്ങനെ സ്വയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനോട് സറണ്ടർ ചെയ്യുമ്പോ അത് ഒരു അവയർ ആകണം എന്നുള്ളൊരു ഞാൻ അവിടെ ആകുന്നു എന്നുള്ള ശ്രമം കുറച്ച് ഈസി ആവുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു. അവിടെ എന്താണോ അതാണ് അത്ഭുതം. ഞാനവിടെ അതിനെ സറണ്ടർ ചെയ്തതാ അല്ലെ, എനിക്ക് പറയാൻ അറിയില്ല. ആ സംഭവം വരുമ്പോ കുറച്ചുകൂടി ആ ഞാൻ ഭാവം, അതായത് ഞാൻ 2 തരത്തിലുണ്ടല്ലോ, അഹംഭാവമുള്ള ഞാൻ, അഹംഭാവം എന്ന് പറഞ്ഞാൽ ഫാൾസ് ഞാൻ ക്രിയേറ്റഡ്, അത് കുറച്ചുകൂടി അതിന്റെ ശക്തി കുറയുന്നതായിട്ട് തോന്നുന്നു. കുറച്ചൊരു ഈസി ആക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. പാത്രം ഞാൻ എടുക്കുന്നു, അതിന് അവയറാവണം, അടുപ്പ് കത്തിക്കുന്നു, അതിന് അവയറാവണം, ഇങ്ങനെ ഒരാൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതിൽ നിന്നാണ് ഈ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോ അത് നമ്മള് എന്താ പറയാ തളർന്നു, നമ്മളുടെ ബലം കുറഞ്ഞു, ബലപ്പെടുത്തം. ഒരു റിലീഫ് അല്ലേ ബലം പിടുത്തം കുറഞ്ഞപ്പ. മറ്റേത് കരള് ബ്രോ പരിശ്രമമായിരുന്നു എനിക്ക്. പരിശ്രമം പറഞ്ഞാല് ഒരു ബലം പിടിച്ചുള്ള പരിശ്രമം. അയ്യോ ഞാനിത് ചെയ്യണോ, അയ്യോ ഈ അവയർനെസ് വിട്ടുപോയി, ഞാൻ എന്തോ ചെയ്തില്ല. ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അവിടെ അവയർനെസ്. അപ്പൊ ഞാൻ അവയർനെസ്സിനെ വിട്ടുകൊടുത്തിട്ട് ഞാനൊരു കാഴ്ചക്കാരിയാവുമ്പോ എനിക്ക് പണിയൊന്നുമില്ലല്ലോ. ആയിട്ടായില്ല കേട്ടോ, ഇടയ്ക്ക് അതിനെ കൊണ്ടുവരേണ്ടി വരും. എന്നുവെച്ചാ ചിന്തകൾ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര അട്രാക്റ്റീവാണ്. നല്ലതിനെയാണെന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുവരും. നല്ല ചിന്തകൾ, കൊച്ചു കളിച്ചത് അല്ലെങ്കിൽ അത് ഇന്നലെ കണ്ട വീഡിയോ അതിനകത്തേക്ക് വരും. നമുക്ക് ഇഷ്ടമുള്ള ചില പൊളിറ്റിക്സ് അതിനകത്ത് മറ്റൊരു തിരിയണമെന്ന് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. ഇങ്ങനത്തെ ഒരു സാധനം, ആ സാധനത്തിന്റെ യൂട്യൂബിലേക്ക് ഇത് മാത്രം ഒന്ന് കണ്ടേക്കാം. പിന്നെ അത് ഉണ്ടാക്കുന്ന കുറെ കലൈഡോസ്കോപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടോണ്ട് അപ്പൊ അയ്യോ അവയർനെസ് നല്ലോന്നോർത്ത് ദേഹത്തൊക്കെ തടവി ഞാൻ അവയർനെസ്സിലേക്ക് വന്നു ബോധ്യപ്പെട്ടു. അപ്പൊ എന്റെ ഒരു കാത്തുനല്ല വൈകുന്നേരം ഒരു പരിശ്രമം, അവസാനം എല്ലാം വിട്ട് ഏതെങ്കിലും യൂട്യൂബും കണ്ട് പുറത്തായിട്ട് ഇതാണ് പണി. പിന്നെ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞല്ലോ ഒരു പ്രപഞ്ചം തുറന്നു വരുന്ന, അതുമെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വട്ടായി പോകുന്നു പറഞ്ഞു. അപ്പൊ അതിനോട് സറണ്ടർ ചെയ്ത് കാഴ്ചക്കാരിയായി നിൽക്കുമ്പോ നമ്മളൊന്നും ചെയ്യുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോ ഏതൊരു കാഴ്ച കാണുന്നതുകൊണ്ട് നമുക്ക് വട്ടാവുന്നില്ലല്ലോ. അല്ലെങ്കിൽ മറ്റൊരു അത്ഭുതത്തെ നമ്മള് ഒരു കൊച്ചുകുട്ടിയെ ഇവിടെ നിന്ന് കാണാനുള്ള അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. അല്ല വട്ടാകാനൊന്നുമില്ലല്ലോ, വട്ടായിരുന്നു ഇത്രയും നാള്, ഇപ്പൊ വട്ടിൽ നിന്ന് മാറി. വട്ടായി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മറ്റുള്ളവർ കാണിക്കുന്ന പോലെ അല്ലാതെ ചെയ്യുമ്പോഴായിരിക്കേ വട്ടെന്നോ. ആളുകളും തന്നെ ഇതൊക്കെ ചെയ്ത് അവസാനം രോഗമായി. രമ കുറെ നാളായി ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നു. രമയെ അമ്മ സൂക്ഷിക്കണം എന്നാണ് മക്കളും പറയാം. എന്നാ അവർക്ക് ഞാൻ ചെയ്യുന്ന തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ചെറിയ എനിക്ക് അപ്പൊ തോന്നുന്ന സംശുദ്ധ അവരോട് ഇതുവരെ ഞാൻ പറഞ്ഞു ശ്വാസത്തെ ശ്രദ്ധിക്കണം മക്കളെ, ശ്വാസത്തെ ശ്രദ്ധിക്കണം, 5 മിനിറ്റെങ്കിലും ശ്വാസം. ഇപ്പോഴാണ് ഞാൻ മണിക്കൂറുകളോളം ശ്വാസത്തെ ശ്രദ്ധിച്ചത്. മൊത്തം അബദ്ധമായിരുന്നു ഒന്നും മനസ്സിലായി. 12 മണിക്കൂറൊക്കെ ഞാൻ ബാത്റൂമിലൊക്കെ കണ്ണ് അടച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി ശ്വാസത്തെ ശ്രദ്ധിച്ച് തിരിച്ചു വരുമായിരുന്നു രാത്രികളിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നും പ്രപഞ്ചത്തിന് എന്നോട് പാവം തോന്നി, ഇവളെ എന്തൊക്കെ മണ്ടത്തരം കാണിക്കുന്നു.
തോന്നിയിട്ടുണ്ടാവുന്നു. എനിക്ക് തന്നെ എന്നോട് പറഞ്ഞു എത്ര വേണ്ടി എത്ര കഷ്ടപ്പെട്ടു ആ ഒരു രമയോട്, ആ ഒരു കുട്ടിയോട് പ്രായമായെങ്കിലും. ഇപ്പൊ ഞാൻ ഒറ്റയായിട്ട് തന്നെ അങ്ങോട്ട് നിക്കാം, അറിവിലേക്ക് ആണല്ലോ. എനിക്കിതറിയാം. പലരോടും ഇതൊക്കെ ശ്രമിച്ചു നോക്കി. അപ്പൊ അവരെല്ലാം അവരുടെ അറിവ് എന്നിലേക്ക് പടരുമ്പോ എനിക്ക് ചെയ്യും. പക്ഷെ എന്തറിയാം, അത് പിന്നെ ഞാൻ എന്നിൽ തന്നെ നിക്കാൻ നോക്കി. എന്നിലൊരു അഹങ്കാരം മുളയ്ക്കുന്നുണ്ട്, ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഈ സറണ്ടർ ഒരു ശാന്തത തരുന്നുണ്ട്, ഒരു വെയിറ്റ്ലെസ്നെസ്, ഒരു ഖനം, തലയുടെ ഖനമൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഞാൻ പൂർത്തിയായില്ല. എന്നാലും എനിക്ക് സറണ്ടറിൽ എത്തണം, അതാണ് എന്റെ ലക്ഷ്യം. എനിക്കൊരു ലക്ഷ്യം ഉണ്ട് കേട്ടോ, എനിക്ക് സറണ്ടർ ആവണം. ചുമ്മാ തുണി കഷ്ണം പോലെ എനിക്ക് വീഴണം, എനിക്ക് വെയിറ്റ് വേണ്ട, ആഗ്രഹം വേണ്ട. അത് എടുത്തു വെച്ചതിനെ അതൊട്ട് പോകുന്നില്ല. അപ്പൊ സറണ്ടർ എന്താണെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ അത്ഭുതത്തെ കാണുക, നീ അല്ല ഇത് സൃഷ്ടിക്കുന്നത് എന്നുള്ളതൊന്ന് തിരിച്ചറിയും. അതിപ്പോ ഓരോ ടോക്കിലും അങ്ങനെ കേൾക്കുമ്പോ എനിക്കത് ഒരു ചെറിയ പെർസെന്റേജ് ക്ലാരിറ്റി വരുന്നുണ്ട്. അതെനിക്ക് തോന്നും. ഈ ചിന്തകളിപ്പം അരുൺ ചോദിച്ച പോലെ അതിന്റെ അതിപ്രസരം, അതിന്റെ കുത്തൊഴുക്കൊന്ന് നിന്ന് കിട്ടിയ ഈ സറണ്ടർ അവസ്ഥയിലാണ് അതിനൊരു ചെറിയ സാധ്യത ഞാൻ കാണുന്നത്. അല്ല, ഇതിന്റെ കുത്തൊഴുക്ക് നിക്കണമെന്ന് ആഗ്രഹിക്കാനായിട്ട് നമുക്ക് അവകാശം ഉണ്ടാ? അവകാശമില്ലെങ്കിലും അതിനെ ഇനി അറിവുണ്ടാക്കാതെ നമുക്ക് ശ്രമിക്കാമല്ലോ. അല്ല, നമ്മളുടെ ഉള്ളിൽ നമ്മളാക്കി നിലനിർത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കാണുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള യാതൊന്നുമില്ല, അല്ലേ? അതെ, നമ്മൾ ഉള്ളിൽ തന്നെ സജീവമാകുക, ഉള്ളില് സജീവമാകുക, ഉള്ളില് സജീവമാകുക.